ഹായ് ഗൈസ്, സുന്ദരമായിട്ടുള്ളൊരു പ്രണയ സിനിമ. എന്ത് രസമാണെന്ന് അറിയോ. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഈ സിനിമ കാണാൻ. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഹിന്ദി സിനിമകളൊക്കെ ഞാൻ വളരെ വളരെ ലേറ്റായിട്ടേ ഞാൻ കാണാറുള്ളൂ. അത്തരത്തിലുള്ളൊരു ഒന്നാമത് ഹിന്ദി എനിക്ക് മനസ്സിലാവില്ല. സബ് ടൈറ്റിലൊക്കെ ഇട്ടാൽ പോലും ചിലപ്പോൾ മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. എന്നാലും നല്ല നല്ല പടങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കാണാറുണ്ട്. ഈ സിനിമ ഒക്ടോബർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ 2018 പുറത്തിറങ്ങിയത്. ഇത് ഏതാണ്ട് നമുക്ക് ചില സിനിമകളൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം നമ്മളുമായിട്ട് ചില റിലേറ്റബിളായിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരുമായിട്ട് കുറച്ച് റിലേറ്റബിളായിട്ട് തോന്നുന്ന സമയത്ത് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടും, കണക്റ്റ് ആവും. അങ്ങനെ ഒരു സിനിമയാണ് ഒക്ടോബർ. രണ്ട് ക്യാരക്ടേഴ്സ്, ഡാൻ എന്ന് പറയുന്ന വരുൺ ധവാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറും ഷിയൂലി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിൻ്റെ പേരറിയില്ല, അവളുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് പടമാണെന്ന് വേറെ പടത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടുമില്ല. അങ്ങനെ ഷിയൂലിയും ഡാനും ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുകയാണ്, ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ എത്ര പെർമനൻ്റ് ഒന്നുമല്ല, അവർ ഇൻറ്റേൺസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടുപേരും ഭയങ്കര എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. ഷിയൂലി ആണെങ്കിൽ അത്യാവശ്യം ഒരു പ്രൊഫസറായിട്ടുള്ളൊരു അമ്മയുടെ മകളാണ്. കുടുംബത്തിലൊക്കെ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് കാറൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഷിയൂലി. വരുൺ ധവാൻ അവതരിപ്പിക്കുന്ന ഡാൻ എന്ന ക്യാരക്ടർ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ റൂമൊക്കെ ഷെയർ ചെയ്ത് വളരെ കെയർലെസ്സായ അലസനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നല്ലാതെ ഒരു അറ്റാച്ച്മെൻ്റ് അല്ല, ഒരു ആസ് ഫ്രണ്ട്സ് പോലും അല്ല. അങ്ങനെ ഒരു ദിവസം, ഒരു ന്യൂ ഇയർ രാത്രിയിൽ ഒരു 3rd ഫ്ലോറിൽ വെച്ചിട്ട് ഒരു മൊട്ടമാടി, ഒരു ബാൽക്കണിയിൽ വെച്ചിട്ട് അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയൂലി മദ്യപിച്ചിട്ടൊന്നുമില്ല, അവൾ ജസ്റ്റ് ആ ടെറസിൻ്റെ മേലെ ഇങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് താഴേക്ക് വീണു പോകുന്നു. ആ 3ാം നിലേൻ്റെ മേലെ അത് താഴേക്ക് വീണതിനെ കൊണ്ട് മരിച്ചില്ല, പക്ഷെ ആൾ കോമയിലായിപ്പോയി. അപ്പോൾ അതിനുശേഷം അവൾ ഹോസ്പിറ്റലൈസ് ആവുന്നു, സംസാരിക്കാനോ ഒന്നും ഒരു കംപ്ലീറ്റ്ലി ഔട്ടായിപ്പോയി. പക്ഷെ അവൾ ഈ കോമയിലാകുന്നതിന് മുമ്പേ ആ ഒരു പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഡാൻ അതിലില്ല, ഡാൻ ആ പാർട്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ അവൾ ജസ്റ്റ് വെറുതെ കാഷ്വലായിട്ട് ചോദിച്ചതാണ്, ഡാനിൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചതാണ്, ഡാൻ ഇവിടെ ഇല്ലേ, ഡാൻ വന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവൾ ഈ ആക്സിഡൻറ്റ് പെട്ടിട്ട് ഇവൾ താഴേക്ക് വീണിട്ട് കോമയിലായി പോകുന്നത്. അപ്പോൾ ഈ കാര്യം ഡാൻ്റെ സുഹൃത്തുക്കൾ പറയുകയാണ്, ഇവൾ അവസാനം മരിക്കാൻ ആ ഒരു കോമയിലാവുന്ന, ആ വീഴുന്നതിന് മുമ്പേ നിന്നെക്കുറിച്ചാണ് ചോദിച്ചത്, നീ പാർട്ടിക്ക് വന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ഈ ഡാൻ എന്ന ക്യാരക്ടർ, ഞാൻ പറഞ്ഞു അയാൾ ഭയങ്കര കെയർലെസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഭയങ്കര അച്ചടക്കം ഇല്ലാത്ത തെറിച്ച് നടക്കുന്നൊരു പയ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു സ്ട്രൈക്കിങ്. എന്തിന് തന്നെ ആരും ഇങ്ങനെ അത്രയും താൻ എന്ത് ചെയ്തോന്നോ വലിയൊരു തൻ്റെ ലൈഫിലോ തന്നെക്കുറിച്ച് ഒരാളും ചോദിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ചോദിച്ച സമയത്ത് ഭയങ്കരമായിട്ട് അയാൾക്കൊരു തോന്നലുണ്ടായി, എന്തെങ്കിലും ഇവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ, ഇഷ്ടമല്ലെങ്കിലും എന്തിനാണ് അവൾ തന്നെ അന്വേഷിച്ചത് എന്നുള്ളൊരു കാര്യം ഡാനിൻ്റെ ഉള്ളിൽ വന്നു. പിന്നീട് ഓരോ ദിവസവും ഡാന് ഷിയൂലിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. അവളുടെ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അവളുടെ ഡെവലപ്മെൻറ്റ്സിൽ, അവളുടെ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസത്തിലൊക്കെ ഡാന് ഷിയൂലിൻ്റെ കുടുംബത്തിനോടൊപ്പം ഒരു സുഹൃത്തായിട്ട്. ഷിയൂലിക്ക് ഡാനോട് ഇഷ്ടമുണ്ടോ, പ്രണയമുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഡാന് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അവൾ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പ്രപ്പോസ് ചെയ്തേക്കാം. പക്ഷേ അതൊരു സൗഹൃദം എന്തെന്നോ പ്രണയമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു പ്രണയം, ഡാൻ്റെ ഉള്ളിലുള്ള ആ ഒരു നിഷ്കളങ്ക പ്രണയം, ആ ഒരു പെൺകുട്ടി എപ്പോഴെങ്കിലും തിരിച്ചു വരും, എന്തിനാണ് അവൾ എന്നെ അന്വേഷിച്ചത്, അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു കൊടുക്കണ്ടേ, അവളുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലല്ലേ ഞാൻ അവളുടെ കൂടെ നിൽക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഒരു ലാഭമോ അല്ലെങ്കിൽ അവൻ്റെ ജോലിയൊക്കെ അവതാളത്തിലാകുന്നുണ്ട്, സാമ്പത്തികമായിട്ട് അവൻ ഡൗൺ ആവുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഷിയൂലിൻ്റെ കൂടെ അവളുടെ വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, മോൻ ഇവിടെ നിൽക്കണ്ട, മോന് എന്തിനാണ് ഡെയിലി ഇങ്ങനെ വരുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത ഈ കോമയിൽ കിടക്കുന്ന ഒരു കുട്ടിയെ കെയർ ചെയ്യാനായിട്ട് വരുന്നത്, മോൻ്റെ ലൈഫില്ലേ, കരിയറില്ലേ, അത് നോക്കണ്ടേ എന്നൊക്കെ ഷിയൂലിൻ്റെ അമ്മയൊക്കെ അവനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും എന്താ പറയുക, ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഡാൻ വളരെ അൺകണ്ടീഷണലായിട്ട് ഷിയൂലിനെ ഇഷ്ടപ്പെടുകയാണ്. അവർക്കിടയിൽ എന്ത് സംഭവിക്കുന്നു, അവരുടെ ഒരു പ്രണയം, ഒരു ഇത്രയും ഡിവൈനായിട്ടുള്ള ഒരു പ്രണയം, അത് കാണിച്ചു തരുന്നൊരു സിനിമയാണ് ഒക്ടോബർ. ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ എനിക്ക് ഒരുപാട് കണക്ഷൻ തോന്നിയൊരു സിനിമയാണ് ഒക്ടോബർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നല്ലൊരു പ്രണയ സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കാണുക.
അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമ സെഷനായിട്ട് വരാം. സി